സിനിമാ കേരള ധൈര്യപൂർവ്വം ഒരു സൂപ്പർ സ്റ്റാറിനെ പരിചയപ്പെടുത്തുകയാണ്. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ബൾട്ടി എന്ന ചിത്രം ഇന്നാണ് ഞാൻ കണ്ടത്. നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രം. പണ്ടത്തെ നടനും പണ്ടത്തെ മിമിക്രി താരവുമായ അബിയുടെ മകൻ, വിവാദ പുരുഷൻ, വിവാദ നായകൻ ഷെയ്ൻ നിഗം അഭിനയിച്ച ചിത്രം. ഷെയ്ൻ നിഗത്തിനോടൊപ്പം തമിഴ് താരമായ ഭാഗ്യരാജിൻ്റെ മകൻ ശന്തനു, ഭാഗ്യരാജിൻ്റെയും പൂർണ്ണിമയുടെയും മകൻ ശന്തനു ഭാഗ്യരാജും അഭിനയിച്ച ചിത്രം വലിയ ഹിറ്റായി തിയേറ്ററുകളിൽ മാറിയിരിക്കുന്നു. ഷെയ്ൻ നിഗത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചുവരവ് എന്ന് മാത്രമല്ല, യുവ താരങ്ങളിൽ വലിയ ഒരു നേട്ടം ഈ ചിത്രത്തിലൂടെ ഷെയ്ൻ നിഗം സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ചിത്രത്തിലെ ഉദയൻ എന്ന വേഷം ഷെയ്ൻ നിഗത്തെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ താര പദവി സമ്മാനിച്ച വേഷമാണെന്ന് നിസ്സംശയം പറയാം. തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ വളരെ ഒരു നിമിഷം പോലും കൈവിട്ടു പോകാതെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു ഉണ്ണി ശിവലിംഗം. നവാഗത സംവിധായകനാണ്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയും അദ്ദേഹത്തിൻ്റെ ടീമും ഒക്കെയാണ്. നിർമ്മാതാവ് ആരാണ് എന്നുള്ളതല്ല വിഷയം, ഷെയ്ൻ നിഗം എന്ന നടൻ എന്താണ് എന്നുള്ളതാണ് വിഷയം. നല്ല നടനാണ് ഷെയ്ൻ നിഗം. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ നടന പാടവത്തിന് ഉദാഹരണമാണ്. പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിവാദങ്ങളും വന്നു. അദ്ദേഹം മയക്കുമരുന്നിന് അടിമയാണെന്നും മറ്റുമൊക്കെയാണ് യൂട്യൂബർമാർ പ്രചരിപ്പിച്ചത്. ബെയിൽ എന്ന ചിത്രത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച വിവാദങ്ങൾ ചെറുതുമല്ല. പക്ഷേ തൻ്റെ നേർക്കുണ്ടായ വിവാദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ബൾട്ടി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തിരികെ എത്തിയിരിക്കുന്നു. ഓരോ രംഗത്തിലും ഷെയ്ൻ നിഗം നിറഞ്ഞു നിൽക്കുന്ന ചിത്രം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഷെയ്ൻ നിഗത്തിൻ്റെ ക്ലാസിക് ചിത്രവും ആക്ഷൻ ചിത്രവും ഒക്കെയാണ് ബൾട്ടി. ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. മലയാളത്തിൽ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ അപൂർവമായി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ജീവൻ്റെ ജീവൻ, ജാക്ക്പോട്ട് തുടങ്ങിയ ചിത്രങ്ങൾ ഉദാഹരണം. ഈ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായിരുന്നു. ജീവൻ്റെ ജീവനിൽ മോഹൻലാലായിരുന്നുവെങ്കിൽ ജാക്ക്പോട്ടിൽ മമ്മൂട്ടിയായിരുന്നു. ആ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ആണ് ഇപ്പോൾ ബൾട്ടി എന്ന ചിത്രത്തിലൂടെ ഷെയ്ൻ നിഗത്തെ മുൻനിർത്തി സംവിധായകൻ ഉണ്ണി ശിവലിംഗം കൊണ്ടുവന്നിരിക്കുന്നത്. തിയേറ്ററുകളിൽ വമ്പൻ ഹൈപ്പൊന്നുമില്ലാതെ തിയേറ്ററുകളിൽ ഇറങ്ങിയ ചിത്രമാണ് ബൾട്ടി. പക്ഷേ ചിത്രം മെഗാ ഹിറ്റായി മാറിയിരിക്കുന്നു. അതിന് കയ്യടി കൊടുക്കേണ്ടത് ഷെയ്ൻ നിഗം എന്ന നടന് തന്നെയാണ്. ഷെയ്ൻ നിഗം വളരെ ശ്രദ്ധാപൂർവം, വളരെ കൈയടക്കത്തോടെ തൻ്റെ വേഷം ചെയ്തിരിക്കുന്നു. അതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലൂടെ പുതിയ ഒരു സൂപ്പർ താരം മലയാളത്തിൽ ഉദിച്ചിരിക്കുന്നു ഷെയ്ൻ നിഗം. RDX എന്ന ചിത്രമൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. വെയിൽ എന്ന ചിത്രവും വളരെ ശ്രദ്ധേയമാണ്. വെയിൽ, കുർബാനി തുടങ്ങിയ ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരെ ആകർഷിച്ച ചിത്രങ്ങളാണ്. പക്ഷേ 10 കോടിക്കപ്പുറം ഒരു കളക്ഷൻ നേടുന്ന ചിത്രമായി ബൾട്ടി മാറിയിരിക്കുന്നു. ഇതുവരെ സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇതുവരെ ഉള്ള കളക്ഷൻ വെച്ചാണെങ്കിൽ 10 കോടിയിലധികം ആ കളക്ഷൻ വന്നിരിക്കുന്നു ഈ ചിത്രത്തിന്. മാത്രമല്ല ചിത്രം ഹൗസ്ഫുള്ളായി ഓടുന്നു. ഷെയ്ൻ നിഗം ക്ലൈമാക്സിൽ അഭിനയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് പോകുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനും ശേഷം അഭിനയത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് പോയ ഒരു നടൻ എന്ന ഒരു കയ്യടി കൂടി ഷെയ്ൻ നിഗത്തിന് ഈ ചിത്രത്തിലൂടെ ലഭിക്കുന്നു. ഫാൻസ് അസോസിയേഷൻ ഒന്നും വലുതായി ഇല്ലാത്ത ഷെയ്ൻ നിഗം ചിത്രം തിയേറ്ററുകളിൽ അത്ഭുതം സൃഷ്ടിക്കുമ്പോൾ അത് ഷെയ്ൻ നിഗത്തിൻ്റെ 25ാം ചിത്രം കൂടിയാണെന്ന് ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും പുതിയ സൂപ്പർ താരമായി ഷെയ്ൻ നിഗം മാറിയിരിക്കുന്നു. ഷെയ്ൻ നിഗത്തിന് സിനിമാ കേരളയുടെ അഭിനന്ദനങ്ങൾ.